കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപ കാണാതായ സംഭവം നഗരസഭയെ അറിയിച്ചിട്ടില്ലെന്ന് നഗരസഭാ സെക്രട്ടറി പറയുന്നു. വിജിലൻസ് നടത്തിയ പരിശോധനയുടെ വിവരങ്ങളാണ് ഔദ്യോഗികമായി അറിയിക്കാതിരുന്നത്. ചെയർപേഴ്സന് നൽകിയ മറുപടിയിലാണ് സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം നഗരസഭയിൽ തനത് ഫണ്ടിൽ 211 കോടി രൂപ കാണാനില്ലെന്ന വിവരം പ്രതിപക്ഷ നേതാവ് ഷീജ അനിൽ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമ്പോഴാണ് ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഇക്കാര്യം അറിയുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സെക്രട്ടറിയോട് ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി. ഇതിന് നൽകിയ മറുപടിയിലാണ് വിജിലൻസ് കണ്ടെത്തലിന്റെ കാര്യം നഗരസഭയെ അറിയിച്ചിട്ടില്ലെന്ന് സെക്രട്ടറി പറഞ്ഞത്. തുടർന്ന് സെക്രട്ടറി സ്വമേധയാ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വിവരം അറിയുകയായിരുന്നു. നഗരസഭയിൽ ആരും അറിയാത്ത വിഷയം LDF തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പടക്കം LDF പുറത്തുവിട്ടിട്ടും ഇതൊന്നും നഗരസഭ ഭരിക്കുന്നവരുടെ പക്കൽ എത്തിയില്ല. രാഷ്ട്രീയ ആയുധമാക്കാൻ ബോധപൂർവം നഗരസഭയെ അറിയിക്കാതിരുന്നതാണെന്ന ആക്ഷേപം അതുകൊണ്ട് തന്നെ ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ടിന്മേൽ നടപടികൾ വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കോട്ടയത്ത് നിന്ന് ഈ പ്രശ്നത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ നഗരസഭാ സെക്രട്ടറി ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുന്നു. എന്താണ് കാര്യം, പറയൂ. തീർച്ചയായിട്ടും SK, ഇത്രയും വലിയൊരു ക്രമക്കേട് ഒരുപക്ഷെ പുതിയ ഒരു സെക്രട്ടറിയാണ്, ഒരുപാട് സെക്രട്ടറിമാർ വന്നു പോയതാണ്, മുൻകാലങ്ങളിൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ സെക്രട്ടറിക്ക് ഇതെല്ലാം അറിയണമെന്ന് ഇല്ല. എന്നിരുന്നാൽ പോലും വർഷാവർഷങ്ങളിൽ ഒരു ഓഡിറ്റ് സംവിധാനം അവിടെയുണ്ട്, ഓഡിറ്റ് നടക്കാറുണ്ട്, ബജറ്റിന് മുമ്പ് ഓഡിറ്റ് നടക്കാറുണ്ട്. എന്നിട്ടും ഇതൊന്നും കണ്ടെത്തിയില്ല, ഈ ക്രമക്കേടൊന്നും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും സെക്രട്ടറി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു പരിശോധനയുടെ റിപ്പോർട്ട് അത് ഔദ്യോഗികമായി തനിക്ക് ലഭിച്ചിട്ടില്ല, അത് നഗരസഭയിലേക്ക് ഇന്റേണൽ വിജിലൻസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ അദ്ദേഹത്തിന് കടക്കാൻ സാധിച്ചില്ല. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, കൂടുതൽ കാര്യക്ഷമതയുള്ള അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് ഒക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥർ കൂടി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. ചെയർപേഴ്സൺ, അതായത് നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തെ തുടർന്നാണ് ചെയർപേഴ്സൺ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം ചോദിച്ചത്. അപ്പോഴാണ് സെക്രട്ടറി ഈ ഒരു മറുപടി നൽകി. അതിലാണ് ഈ കാര്യം പറഞ്ഞത്, ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി നഗരസഭയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഈ ഇന്റേണൽ വിജിലൻസ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകുന്നതും അതിനുശേഷം ജോയിന്റ് ഡയറക്ടർ ഇത് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കൈമാറുന്നതും. ഈ ഒക്ടോബറിൽ കൈമാറിയതിന് ശേഷമാണ് മറ്റൊരു തട്ടിപ്പ്, പെൻഷൻ തട്ടിപ്പ് പുറത്തു വരുന്നത്. 2023 മുതൽ ആരംഭിച്ച പരിശോധനയാണിത്, ഇന്റേണൽ വിജിലൻസിന്റെ പരിശോധനയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അത് കൃത്യമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിൽ പിന്നാലെ വന്ന തട്ടിപ്പുകൾ, എടുത്തു പറയേണ്ടത് 3 കോടിയുടെ പെൻഷൻ തട്ടിപ്പ് നഗരസഭയിൽ നടന്നിരുന്നു. അതടക്കം തടയാൻ സാധിക്കുമായിരുന്നെന്നുള്ള ഒരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു വീഴ്ച കോട്ടയം നഗരസഭ സംബന്ധിച്ച് UDF ഭരിക്കുന്ന നഗരസഭയിൽ ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.